ദാകിർ ജലീസുല്ലാഹിയാണെന്നറിയണേ, സ്വർഗത്തിനേക്കാൾ അഫ്ളലാണതുമോർക്കണേ. ഹജ്ജിന്റെ കർമ്മം ചെയ്തു തീർന്നാൽ പിന്നെ ദിക്റിന്റെ കൽപ്പനയാണ് ഖുർആൻ തന്നെ. അൽ-ബഖറ സൂറ തോതി നോക്കതിലുണ്ടിത്, ആയത്തതിൽ 200 പറയുന്നിത്. ഹജ്ജിന്റെ ഫലമായി ദോഷമാ പൊറുക്കുന്നത്, ഖൽബിന്റെ തൻവീറിന് ദിക്റാവേണ്ടത് എന്നുള്ളതാണതിലുള്ള തത്വം എന്ന് തഫ്സീർ റാസിയിൽ തന്നെ വെളിവാകുന്നു. സ്വർഗത്തിലുദ്യാനത്തിലാർക്കോ മേയണം എന്നാഗ്രഹിച്ചാൽ ദിക്റുകൾ പെരുപ്പിക്കണം എന്നുള്ള തിരുമൊഴി റാസി 9-ലുള്ളതാ. 137 പറയുന്നതാ. അഖിലിന്റെ ശേഷം ദിക്ർ പതിവാക്കേണ്ടതാ, അല്ലാതിരുന്നാൽ ഖൽബുടൻ കറുക്കുന്നതാ. അതിനാൽ ദിക്ർ സ്വലാത്ത് ഇവകൾ കൊണ്ട് ഒരുക്കേണ്ടതാണേ ഭക്ഷണം എന്നുണ്ട്. റൂഹുൽ ബയാൻ 166 കാണുന്നതാ ശറഫാക്കപ്പെട്ട ഹദീസിലെ. വെറുതില്ല എന്നാൽ വാരിതും അവനില്ല എന്നുള്ളതിൽ ആർക്കും ഖിലാഫേ ഇല്ല. ഔറാദ് മുറിയൽ തക്ക സബബില്ലാതെയും കൈവിട്ട ലക്ഷണമാണ് റബ്ബും നിന്നെയും. അതിനാൽ മുടക്കം വന്നു പോയാൽ പിന്നെ വീട്ടേണ്ടതാണോ ഒരാഴ്ച പോയാൽ തന്നെ. റൂഹുൽ ബയാൻ നീ നോക്ക് 3-ൽ ഉണ്ടിത്, 307 തന്നെയാ പറയുന്നത്. നീ ദിക്ർ ചെയ്തെന്നാണ് കണ്ടത് സ്വപ്നമിൽ, എന്നാൽ നിനക്കാ വിജയവും ശത്രുക്കളെ. സുഹൃത്തുക്കളെ സ്തുതിക്കപ്പെടേണ്ടവ മൊത്തവും തുടക്കം അതിൽ ദിക്റാണ്, പിന്നെ മടക്കവും. നീ ദിക്ർ ചെയ്യൽ വേണ്ടതാണതബോട്, ഖിബിലാക്ക് നേരെയിരിക്കണം വുളുവോട്. അടക്കേണ്ടതാണേ കണ്ണുകൾ 2 ഖൽബിന്നതാവാൻ വീറിലേറ്റം മെച്ചവും. മറ്റുള്ള ചിന്തകൾ നീങ്ങി ഖൽബൊഴിയേണ്ടതാ, ഇരുട്ടുള്ള സ്ഥലമായാൽ അതേറ്റം നല്ലതാ. പറയുന്നു സയ്യിദുനാ അലി റളിയല്ലാഹ്, ചോദിച്ചു നബിയോടൊരു ദിനം സ്വല്ലല്ലാഹ്, റബ്ബിന്റെ സാമീപ്യം ലഭിക്കാനെന്താ വഴി അസുലഹായതു നർത്തു നബിയെ അന്താ. ദിക്റിൽ ദവാമാകേണ്ടതാ നീ സിറിലും, അതുപോലെ റബ്ബിന് ദിക്ർ ചെയ്തോ ജഹ്റിലും. അപ്പോൾ പറഞ്ഞവർ യാ റസൂലല്ലാഹി, ചൊല്ലുന്നു ദിക്റെല്ലാവരും ലില്ലാഹി.
പ്രത്യേകമായി എനിക്കൊന്ന് കിട്ടണമെന്നാ എനിക്കുള്ള ചോദ്യം, പിന്നെയും അതു തന്നെ. ഉടൻ തന്നെ തിരുനബി മുസ്തഫ പറയുന്നു, കാര്യം അലിയെ അറിയണം എന്തെന്നു. ഞാനും കഴിഞ്ഞ പ്രവാചകന്മാർ സകലതും എന്തോ പറഞ്ഞോ, അവയിലെല്ലാം നല്ലതും കലിമത്തു തൗഹീദാണലിയേ മെച്ചവും. ആകാശഭൂമികൾ രണ്ടിനേക്കാൾ തൂക്കവും. ഭൂമിക്കു മുകളിൽ ആരും അല്ലാഹെന്ന് പറയാനൊരാളില്ലാതെ വന്നാലെന്ന്. ഓതും അലിയേ സൂറി ഇസ്റാഫീലേ എന്നും പറഞ്ഞവരോടുടൻ ഖലീലേ. അപ്പോൾ അവർ ചോദിച്ചു നബിയോടെന്ന്, ദിക്റെങ്ങനെ ചൊല്ലേണ്ട കൈഫിയത്തെന്ന്. കണ്ണും അടയ്ക്കുക പിന്നെ എന്നിൽ നിന്ന്, കേട്ടിട്ട് നീ അത് പോലെ ചെയ്യുക ഇന്ന്. ഒരു 3 വട്ടം കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുത്തുടൻ ഏറ്റു ചൊല്ലി ഷഹീദ്. ശേഖം